പൊതുവിൽ നമ്മുടെ മനസ്സിൽ ഫാഷിസം എന്ന് വരുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഫാഷിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അൺപോപ്പുലറായിട്ടും ആളുകൾ വെറുക്കുകയും ആളുകൾ ദേഷ്യത്തോടെ കാണുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം എന്ന രീതിയിലാണ്. പക്ഷേ യൂറോപ്യൻ ഫാഷിസം നമ്മൾ എടുക്കുമ്പോൾ അത് വളരെ പോപ്പുലറായിരുന്നു. ജർമ്മനിയിലൊക്കെ ഫാഷിസ്റ്റ് റെജീം നടക്കുമ്പോൾ തന്നെ ഒരു താങ്ക്സ് ഗിവിങ് ഡേയിൽ വരുന്ന ചിത്രമുണ്ട്. 7 ലക്ഷത്തോളം ആളുകളൊക്കെ വന്നത് ആ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഫാഷിസം ഒരിക്കലും ഒരു അൺപോപ്പുലറോ അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു മൂവ്മെൻ്റ് അല്ലായിരുന്നു ചരിത്രത്തിൽ. വളരെ പോപ്പുലറായിരുന്നു. ഈവൻ നമ്മൾ ഇലക്ഷൻ നോക്കുമ്പോൾ ഫാഷിസ്റ്റ് പാർട്ടികൾ, ഇപ്പോൾ ഹിറ്റ്ലറിൻ്റെ ഫാഷിസ്റ്റ് പാർട്ടിക്കൊക്കെ 33% വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. യെസ്, അവർക്കൊരു വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിലും അത് സ്റ്റിൽ ഒരു 1/3 ഓഫ് ദി പോപ്പുലേഷനെ പിടിച്ചു കുലുക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയ്ക്കുള്ള വോട്ട് അവർക്ക് കിട്ടുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം അതൊരു റെലവൻറ്റ് ആൻഡ് പോപ്പുലർ മൂവ്മെൻറ്റ് തന്നെയായിരുന്നു. അതായത് ആളുകൾ വെറുക്കുന്ന മൂവ്മെൻ്റ് ഒന്നുമില്ല. എന്തോ ഒരു ആർക്കും ഇഷ്ടമില്ലാത്ത കുറച്ച് പേര് എങ്ങനെയോ അധികാരത്തിൽ വന്ന് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കി എന്ന് നമ്മൾ കരുതുക. ഫാഷിസം എപ്പോഴും ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് തന്നെ.